എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെയേറെ പോപ്പുലറായിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ ഒരു കോമ്പോസിഷൻ നൊട്ടേഷനോടുകൂടി പഠിക്കാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളതാണ്. അത് കർണാട്ടിക് മ്യൂസിക് പഠിക്കാത്തവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കൃതിയാണിത്. ശ്രീ സ്വാതി തിരുനാളിൻ്റെ ചാരുകേശി രാഗത്തിലുള്ള കൃപയ പാലയ ശൗര്യ. ഒരുപാട് മ്യൂസീഷ്യൻസ് പാടി നമ്മൾ കേട്ടിട്ടുള്ളതും എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളതുമായ ഒരു കോമ്പോസിഷനാണിത്. ഇത് മിശ്രചാപ്പ് താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാരുകേശി 26ാമത്തെ മേളകർത്ത രാഗമാണ്. നമുക്ക് ചാരുകേശിയുടെ ആരോഹണ അവരോഹണം ഒന്ന് പാടി നോക്കാം. സരി ഗമ പദ നീ സ നി ധ പ മ ഗ രി സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. ഇതിൻ്റെ സാഹിത്യം നോക്കാം നമുക്ക്. കൃപയ പാലയ ശൗര്യ. പല്ലവിയുടെ സാഹിത്യം: കൃപയ പാലയ ശൗര്യ കരുണാരസ വാസ കലുഷാർത്തി വിന രാമ. മിശ്രചാപ്പ് താളം പൊതുവെ കുറച്ച് പ്രയാസം ഉള്ള ഒരു താളമാണ്. നമ്മൾ ആദ്യ താളവും രൂപക താളവും പോലെയല്ല, ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. പരിചയമില്ലാത്തവർക്ക് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇതിന് തക്കിട്ട തക്ക തിമ്മി എന്നാണ് ഈ താളം അടിക്കുന്ന രീതി വരുന്നത്. 3x4 എന്ന ഇതിലാണ് വരുന്നത്. തക്കിട്ട തക്ക തിമ്മി. ഇതിനകത്ത് മാത്രം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി ആയിട്ട് വരും. തക്കത്തിമ്മിത്തക്ക. അപ്പം തക്കിട്ട എന്നുള്ളത് തക്കത്തിമ്മിത്തക്ക 6 വരും. തക്കത്തിമ്മിത്തക്ക തക്കത്തിമ്മിത്തക്കച്ചെണ്ണു എന്ന് വരും. അപ്പം മാത്രം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തുടങ്ങുന്നത് 2 അക്ഷരം തള്ളിയാണ്. തക്കത്തിമ്മിത്തക്ക ആദ്യത്തെ ബീറ്റിൽ 6 മാത്രസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 6 സ്വരങ്ങൾ വരുന്നുണ്ട്. അപ്പം ടോട്ടലി ഒരു താളവട്ടത്തിൽ 14 സ്വരങ്ങൾ വരും. 2 അക്ഷരം തള്ളി വരും. തക്ക. കൃപയ പാലയ ശൗരേ. തക്ക 2 അക്ഷരം തള്ളിയിട്ട് തക്ക. കൃപയ യ എന്നുള്ള അക്ഷരം അടുത്ത ബീറ്റിൽ വരും. കൃപയ പാലയ ശൗരേ പപ്പമ കൃപയ മഗഗരി പപ്പമ മഗഗരി പാലയ സരിഗമ കൃപയ പാലയ ശൗരേ പാദ പാദ മപ ശൗരേ. ഇതാണ് ഒന്നാമത്തെ സംഗതി. കൃപയ പാലയ ശൗരേ കൃപയ പാലയ ശൗരേ കൃപയ. രണ്ടാമത്തെ സംഗതിയിൽ ചെറിയ വ്യത്യാസം. കൃപ ദപമ കൃപയ. ബാക്കി കുറച്ച് വരെ ഒരേപോലെ വരും. കൃപയ പാലയ വരെ. കൃപയ പാലയ ദപമ മഗഗരി സരിഗമ കൃപയ പാലയ ശൗരേ എന്ന് വരും. അപ്പം പദസഭ ശൗരേ മപ പദസഭ മപ കൃപയ പാലയ ശൗരേ കൃപയ പാലയ ശൗരേ
രണ്ടാമത്തെ സംഗതി രണ്ടാമത്തെ തവണ പാടുമ്പോൾ ഏ പാപമ ഒന്ന് വളഞ്ഞു വരും. ശൗരേ പാപ പാസൻ പാദസവ പാദസവ മ പാപമ എന്ന് വരും. ശൗരേ കരുണാരസ കരുണ സ പഗമ പാദവ കരുണ രസ പദനി വദനി സ കരുണ രസ ഗമ പാദവ കരുണ രസ പദനി വദനി സ വാസ സനി ద ప మమ గరి గ వాస കരുണ രസ വാസ കലുഷാർത്തി. അടുത്ത വരിയിലേക്ക് പോ. കലു ദബ പാപമ കലു കലു ദബ പാപമ ശാർത്തി മഗരിസ കലുഷാർത്തി വീണ വി സാഗരി സാഗരി നിദ വീണ സാഗരി നിദ വീണ രാമ നിസാ സനി രീസാ കലുഷാർത്തി വീണ രാമ. അപ്പം ആ രാമയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. ഒരു കലുഷാർത്തി വീണ രാമ. അപ്പം ഒരു 10 അക്ഷരത്തിൻ്റെ ലെങ്ത് മാ എന്നുള്ള അക്ഷരത്തിന് വരുന്നു. മാ എന്നുള്ള അതെ ലെറ്ററിന് വരുന്നുണ്ട്. രാമായുടെ മായ്ക്ക് കലുഷാർത്തി തക്കത്തിമ്മി തക്കത്തിമ്മി. അത് കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് ആണ് വരുന്നത്. ഗ മഗരി പദ മഗരി സരി ഗമ പദ നിദ ദവ പമ മഗരി ഗ മഗരി സരി ഗമ പദ നിദ ദവ പമ മഗരി ഗ എന്ന് വരും. അപ്പം അത്രയും ആകാരമായിട്ട് വരും. കൃപയുടെ രണ്ടാമത്തെ സംഗതി വരും. അപ്പം കലുഷാർത്തി വീണ രാമ കൃപയ പാലയ ശൗരേ കരുണ രസ വാസ കലുഷാർത്തി വീണ രാമ. കൃപയ പാലയ ശൗരേ. അടുത്ത സംഗതിയിൽ വരുന്നത് കൃപയ പാലയ ശൗരേ. കരുണ വരെ അത് മുന്നത്തെ സംഗതി പോലെ തന്നെ വരും. രസ മുതൽ വ്യത്യാസം വരുന്നുണ്ട്. കരുണ രസ അവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെ വരും. കരുണ പദനിസ രസ എന്നുള്ള അതിനാണ് വ്യത്യാസം ചേഞ്ച് വരുന്നത്. കരുണ പദനിസ കരുണ രസ സരി മഗരി സനി ദവ വാസ കലുഷാർത്തി
വീണ രാമ കൃപയ പാലയ ശൗരേ കരുണ കല്ലുഷത്തി വീണ രാമ കൃപയ പാലയ ശൗരേ. നിർത്തുന്നത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നിർത്തുക, എങ്ങനെ വേണമെങ്കിലും നിർത്താം. ഇതാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് തപനീയ നിഭചേല തുഹിനാംശു സുവദന ശ്രീപത്മനാഭ സരസീരുഹ ലോചന. അപ്പോൾ ശ്രീപത്മനാഭ എന്നുള്ളത് ശ്രീ സ്വാതി തിരുനാളിൻ്റെ മുദ്രകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ശ്രീപത്മനാഭ, ജലജനാഭ, സരസിജനാഭ, അങ്ങനെ പത്മനാഭസ്വാമിയുടെ ഡിഫറെൻറ്റ് പേരുകളാണ് അദ്ദേഹത്തിൻ്റെ മുദ്രയായിട്ട് എല്ലാ കോമ്പോസിഷൻസിലും. ഓരോരോ കോമ്പോസിഷൻസിൽ ഓരോ പേരായിരിക്കും. സരസിജനാഭ കൊടുക്കും, പത്മനാഭ കൊടുക്കും, ശ്രീപത്മനാഭ കൊടുക്കും, ജലജനാഭ കൊടുക്കും, അങ്ങനെ പത്മനാഭൻ്റെ പേരുകളായിരിക്കും. നമുക്കതിൻ്റെ നൊട്ടേഷൻ നോക്കാം. അനുപല്ലവിയും തുടങ്ങുന്നത് 2 അക്ഷരം തള്ളിയാണ്. തപനീയ നിഭചേല പദനീയ തപനീയ നിഭ നീസ ചേല സസനിരീസ തപനീയ നിഭചേല തുഹിനാംശു സുവദന തുഹിനാംശു ഗരി മഗരിസ തുഹിനാംശു സുവ നിസ തു സുവ നിദ ദന നീസ തുഹിനാംശു സുവദന തപനീയ. അപ്പോൾ ഒന്നാമത്തെ സംഗതി ഇങ്ങോട്ട് നോക്കാം. തപനീയ നിഭചേല തുഹിനാംശു സുവദന. അടുത്ത സംഗതി വരുന്നത്, നമ്മൾ ആദ്യത്തെ സംഗതി 2 അക്ഷരം തള്ളി വരുന്നത്. രണ്ടാമത്തെ സംഗതി ഈ തപ എന്നുള്ള തപനീയയുടെ തപ അക്ഷരം പെട്ടെന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ 4 അക്ഷരം തള്ളിയിട്ടാണ് അതെടുക്കുന്നത്. തപനീയ എന്ന് വരും. തപനീയ തപ പദ തന്നെ, ആ സെയിം സ്വരം നൊട്ടേഷൻ സെയിം തന്നെയാണ്. നീയ നിസരീദ നീയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. തപനീയ നിഭചേല തുഹിനാംശു സുവദന. എൻഡിൽ മാത്രം വ്യത്യാസം വരും. സുവദന അവിടെ വരെ സെയിം. അത് തുടങ്ങുന്നിടത്തേക്ക് വീണ്ടും വളഞ്ഞു വരും. തുഹിനാംശു സുവദന തപനീയ നിഭചേല തുഹിനാംശു സുവദന തപനീയ. അടുത്ത സംഗതി, ലാസ്റ്റ് സംഗതിയാണ് അതിൻ്റെ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സംഗതി പാടിയ പോലെ തന്നെ 4 അക്ഷരം തള്ളിയാണ് വരുന്നത്. തപനീ പദ പദനി ദൈസ ഇസരി ദ തപനീയ തപനീയ നിഭചേല
नीभ चेल तू ही नाम जो सुवदन तबनीय नीभ चेल तू ही नाम जो സുവദന. അതിൻ്റെ രണ്ടാമത്തെ തവണ പാടുമ്പം സായിൽ നിൽക്കും, ആ കേർവ് ഇല്ല. അടുത്ത വരി പോവാം. ശ്രീ പത്മനാഭ ശ്രീ പത്മ സരി ശ്രീ പത്മ അടുത്ത സംഗതി സരസി. ആ സി സരസീജയുടെ സിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ശ്രീ സരസീജ ലോചന. സരസീജ സി വരുന്നു. സരസി ബാക്കിയെല്ലാം അതേപോലെ വരും. ശ്രീ സരസീജ ലോചന കൃപയ. എന്തിൽ വരുമ്പം മകരി ഗമ എന്ന് വരും. കൃപയ എടുക്കാനായിട്ട് സരസീജ ലോചന ഗമ. ഗായിലാണ് നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഗായിൽ വന്ന് നിൽക്കുന്നു. പല്ലവിയിലേക്ക് പോകാനായിട്ട് ഗമയിൽ നിൽക്കും. സരസീജ ലോചന കൃപയ പാലയ ശൗരേ. അടുത്തത് ചരണമാണ്. ചരണത്തിൻ്റെ സാഹിത്യം വരുന്നത് കുരുമേ കുശലം മുദ കുരുവിന്ദ നിഭദന്ത നിരുപമ സംസാര നിരതി വരപോത നാരദ മുഖമുനി നികര ഗേയ ചരിത വാരയ മമാഖില പാപജാതം ഭഗവൻ. ചരണം 3 അക്ഷരം തള്ളിയാണ് തുടങ്ങുന്നത്. കുരുമേ കുശലം മുദ കുരുമേ ഗഗരി ഗ കുശലം ഗഗരി രി സ കുശലം മുദ നിരി സ നിദ മുദ കുരുവിന്ദ ദദ നി സ മോ നിഭ കുരുവിന്ദ നിഭ സ ദൻ
ദന്ത ദന്ത സരിഗമരിഗ ദന്ത. അപ്പോൾ കിട്ട കുരുമേ കുശലം മുദ കുരുവിന്ദ നിഭദന്ത കുരുമേ കുശലം മുദ കുരുവിന്ദ നിഭദന്ത കുരുമേ. രണ്ടാമത്തെ സംഗതി വരുന്നത് കുരുമേ ഗഗമഭഗ കുരുമേ മഭഗ കുശലം. കുശലം അതുപോലെ തന്നെ വരും. കുരുമേ ഗഗമഭഗ കുശലം മൂദ മൂദ നിസരിരി സനിദ കുരുമേ കുശലം മൂദ കുരുവിന്ദ. അത് സെയിം തന്നെ. കുരുവിന്ദ നിഭദന്ത കുരുമേ കുശലം മൂദ കുരുവിന്ദ നിഭദന്ത. അടുത്ത വരി നിരുപമസം സവര ഗഗമപഗ നിരുപമ ഗരി സം രി സ സവര സരിഗമ ഗരി സ സവര സരിഗമ ഗരി സ സവര നിരുപമസം സവര നീരദി നീരദി നീ സനിരി നീര സനിത നീര സനിരി സനിത ദീ ദാസനി വര നീരദി വര പോദ സരിഗമരിഗ പോദ നിരുപമസം സര നീരതി വര പോദ. അടുത്തത് അനുപല്ലവി പോലെ വരും. നാരദ മുഖമുനി നാരദ മുഖമുനി നികര ഗയ ചക്രീത. അടുത്ത സംഗതി രണ്ടാമത്തെ സംഗതി വരുന്നത് നാരദ മുഖമുനി നികര ഗയ ചക്രീത. അതിൻ്റെ മൂന്നാമത്തെ സംഗതി അതിൻ്റെ കൂടെ പാടണമെന്നില്ല. അപ്പം അനുപല്ലവിയിൽ വന്ന മൂന്നാമത്തെ സംഗതി വേണ്ട. ഇതിൻ്റെ രണ്ട് സംഗതി മാത്രം മതി. നാരദ മുഖമുനി നികര ഗയ ചരിത. പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാനായിട്ട് അടുത്ത വരിയിലേക്ക് പോകാൻ നികര ഗയ ചരിത വരയ മമഖില പാപജാതം ഭഗവൻ വരയ മമഖില പാപജാതം ഭഗവൻ വരയ
കലുഷാതി വിഹീന രാമ കൃപയ പാലയ ശൗരേ ഇത്രയുമാണ് ഈ കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. കുറച്ച് ലെങ്തിയാണ്, കുറച്ച് പ്രയാസമാണ്, വലിയ പ്രയാസമില്ല, കുറച്ച് പ്രയാസമാണ്. ഇത് നൊട്ടേഷനോടുകൂടി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ കോമ്പോസിഷൻ ഇഷ്ടമുള്ളവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു കോമ്പോസിഷനുമായിട്ട് കാണാം. താങ്ക് യു.